അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസുഫ് നബിയുടെ ചരിത്രം. സൂര്യചന്ദ്രന്മാരും 11 നക്ഷത്രങ്ങളും തനിക്ക് പ്രണാമമർപ്പിക്കുന്നതായി ബാലനായ യൂസുഫിന് ഒരിക്കൽ സ്വപ്നദർശനമുണ്ടായി. പിതാവ് യക്കൂബിനു മുമ്പിൽ യൂസുഫ് ഈ സംഗതി അവതരിപ്പിച്ചു. സ്വപ്നവ്യാഖ്യാനത്തിൽ ജ്ഞാനമുണ്ടായിരുന്ന പിതാവിന് യൂസുഫിനോട് വാത്സല്യം കൂടി. തൻ്റെ മകനെയും അള്ളാഹു ദൂതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സ്വപ്നവിവരം രഹസ്യമാക്കി വെക്കാൻ മകനെ ഉപദേശിച്ചു. പക്ഷേ കുട്ടി സഹോദരന്മാരോട് കാര്യം പറഞ്ഞുപോയി. ഇനിയും യൂസുഫിനെ വെച്ചിരുന്നാൽ ഗതിമുട്ടുമെന്ന് തിരിച്ചറിഞ്ഞ സഹോദരങ്ങൾ യൂസുഫിനെ പിതാവിൽ നിന്നകറ്റാൻ വഴി തേടി. അങ്ങനെ പിതാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കളിക്കാനായി കാട്ടിലേക്ക് കൊണ്ടുപോയ യൂസുഫിനെ അവർ നിഷ്കരുണം ഒരു കിണറ്റിലെറിഞ്ഞു. അവനെ ചെന്നായ ഭക്ഷണമാക്കിയെന്ന കള്ളവും അവർ ചമച്ചു. കിണറ്റിലെ ഇരുട്ടിൽ പിതാവിനെയോർത്ത് കരഞ്ഞ യൂസുഫിന് ദൈവം തുണയായി. ഈജിപ്തിലേക്ക് അതുവഴി പോവുകയായിരുന്ന യാത്രാസംഘം വെള്ളമെടുക്കാൻ കിണറിനെ സമീപിച്ചതാണ് യൂസുഫിന് മോചന വഴിയായത്. കൗമാരത്തിലെത്തിയ സുമുഖനായ യൂസുഫിനെ ഒരു പ്രഭു കച്ചവട സംഘത്തിൽ നിന്ന് വില കൊടുത്തു വാങ്ങി. പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ വളരവേ വീണ്ടും പരീക്ഷണമെത്തി. പ്രഭുവിൻ്റെ ഭാര്യ സുന്ദരനായ യൂസുഫിൽ അനുരക്തനായി. അദ്ദേഹത്തെ വശത്താക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും യൂസുഫ് അവർക്ക് വഴങ്ങിയില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട യൂസുഫ് തൻ്റെ യജമാനനെ വഞ്ചിക്കാനും ഒരുക്കമല്ലായിരുന്നു. വാശിമൂത്ത യജമാന ഭാര്യ ഒടുവിൽ യൂസുഫിനെതിരെ ആരോപണമുന്നയിച്ചു. എന്നാൽ യജമാനന് യൂസുഫിനെ വിശ്വാസമായിരുന്നു. വാർത്ത പുറം ലോകമറിഞ്ഞതോടെ മുഖം രക്ഷിക്കാൻ നിരപരാധിയായ യൂസുഫിനെ ജയിലിലടിക്കേണ്ടി വന്നു യജമാനന്. ജീവിത വിശുദ്ധി നിലനിർത്താൻ നല്ലത് തടവറയാണെന്ന് യൂസുഫും മനസ്സിലാക്കി. തടവറയും യൂസുഫ് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു. സുന്ദരനും ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയുമായ യൂസുഫ് ജയിൽവാസം ഏകദൈവ വിശ്വാസ പ്രബോധനത്തിനു കൂടി വിനിയോഗിച്ചു. പല ദേവന്മാരെയും പ്രതിഷ്ഠിച്ചാരാധിച്ചിരുന്നവരെ അദ്ദേഹം ഏകദൈവാരാധനയിലേക്ക് ക്ഷണിച്ചു. ഇതിനിടെ 2 സഹതടവുകാർക്ക് അവർ കണ്ട സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഇത് ഒരു വഴിത്തിരിവായി. സ്വപ്നവാഖ്യാനം സത്യമായി പുലർന്ന സഹതടവുകാരിൽ ഒരാൾ അവിടുത്തെ രാജാവിൻ്റെ സേവകനായി മാറി. കാലം പിന്നെയും കടന്നുപോയി. രാജാവ് ഒരിക്കൽ ഒരു കിനാവ് കണ്ടു. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ ഭക്ഷണമാക്കുന്നു. 7 പച്ചധാന്യ കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും. കിനാവിൻ്റെ പൊരുളറിയാൻ രാജാവ് സഭ ചേർന്നു. സ്വപ്നവാഖ്യാതാക്കളും ആസ്ഥാന പണ്ഡിതരും സ്വപ്നത്തെ കാര്യമായെടുത്തില്ല. അത് പേക്കിനാവാകും അവർ ഉറപ്പിച്ചു. രാജപരിചാരകൻ അപ്പോഴാണ് ജയിലിലെ സുഹൃത്തായിരുന്ന യൂസുഫിനെ ഓർത്തെടുത്തത്. അയാൾ യൂസുഫിനെ തേടിയെത്തി. സന്തോഷപൂർവ്വം അദ്ദേഹം വാഗ്ദാനം നൽകി. രാജ്യത്ത് 7 വർഷം ക്ഷേമം കളിയാടും. തുടർന്നു വരുന്ന 7 വർഷം കടുത്ത ക്ഷാമവും നേരിടും. അതിനാൽ ക്ഷേമകാലത്തെ അധിക വിളവ് ക്ഷാമകാലത്തേക്ക് കരുതി വെക്കുക. സേവകൻ ഇക്കാര്യം രാജാവിനെ അറിയിച്ചു. ആഹ്ലാദചിത്തനായ രാജാവ് യൂസുഫിനെ കാണാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ ജയിൽ മുക്തനാക്കാനും ഉത്തരവിട്ടു. എന്നാൽ തനിക്കെതിരായ ആരോപണം തെളിയിക്കപ്പെടാതെ ജയിൽ മോചിതനാവില്ലെന്ന് സത്യസന്ധനായ യൂസുഫ് ശഠിച്ചു. രാജാവിന് അദ്ദേഹത്തിൽ മതിപ്പ് കൂടി വന്നു. പ്രഭുവിനെയും ഭാര്യയെയും അവരുടെ കൂട്ടുകാരികളെയും വിചാരണ ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു. വിചാരണയിൽ പ്രഭുപത്നിയും കൂട്ടുകാരികളും തെറ്റ് സമ്മതിച്ചു.